ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അവിടെ നിന്ന് ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂരി കിഴങ്ങറിയാണ്. ഞാൻ കിഴങ്ങെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സവോളയും പച്ചമുളകും കൂടെ അരിഞ്ഞതാണ്. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങറിക്ക് മല്ലിപ്പൊടി, വെജിറ്റബിൾ മസാലപ്പൊടിയാണ് വേണ്ടത്. സവാള വഴറ്റാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുകും ചേർക്കണം. അപ്പം മറക്കണ്ട കേട്ടോ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം മിനിഞ്ഞാത്ത വീഡിയോയ്ക്ക് ഇപ്പം ഈ വീഡിയോയിൽ ഇപ്പം നാളെ വൈകിട്ടേ വരത്തുള്ളേ. അതുകൊണ്ടാണ് മിനിഞ്ഞാത്ത വീഡിയോ എന്ന് പറയുന്നത്. മിനിഞ്ഞാത്ത വീഡിയോയിൽ ജയചേച്ചിയുടെ വീഡിയോയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ചേച്ചിയുള്ളൂ കേട്ടോ മറ്റുള്ള ചാനലുകളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഞാൻ പോലും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. ചേച്ചി മറ്റുള്ളവരുടെ ചാനൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചേച്ചി നല്ലപോലെ സപ്പോർട്ട് ചെയ്താൽ പറയുന്നത്. ചേച്ചി പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിയുടെ വീഡിയോ കാണുന്ന കുറേ പേരൊക്കെ എന്നെ വന്ന് സപ്പോർട്ട് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. അവരോടെല്ലാം ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, മറക്കരുത്. എന്നിലൊക്കെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. അതൊക്കെ നമുക്ക് തിരുത്തി നല്ല ഇതായിട്ട് പോകാൻ മുന്നോട്ട്. അപ്പൊ ഇന്നലെ ചേച്ചിയുടെ വീഡിയോ കഴിച്ച കാണുന്നെങ്കിൽ ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ചേച്ചിയോട് ഒരുപാട് താങ്ക്സ് പറയുന്നു. ചേച്ചി ഇപ്പൊ താങ്ക്സ് ഒന്നും കേൾക്കാൻ നിൽക്കരുതെന്ന് എനിക്കറിയാം. നീ വേണ്ടേന്ന് പറഞ്ഞിട്ട് പോകുമെന്ന് എനിക്കറിയാം. ചേച്ചിക്ക് അതിനൊന്നും നേരമില്ല. ചേച്ചി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും വേണ്ടി നല്ല കട്ട സപ്പോർട്ടാണ് കേട്ടോ ചേച്ചി. നമ്മുടെ വീഡിയോസൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ ഇന്നലെ നമ്മൾ ഒത്തിരി വ്യൂവൊക്കെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ ചേച്ചി പറയുന്നത് ഞാൻ വലിയ ടെൻഷൻ ആകുന്നില്ല. എന്നാലും നമുക്കൊരു വിഷമമുണ്ട്. അത്രയും നമ്മൾ കൊണ്ടുവന്ന് താഴ്ത്തായിട്ട് പോകുന്ന കാണുമ്പോഴത്തേക്ക് അതേ ഉള്ളൂ. എന്നാലും ഇന്നലെ അത്രയും പേരൊക്കെ സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അപ്പം നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് കടുകിട്ടു, സവോള വഴറ്റാനായിട്ടിട്ടു, പിന്നെ പച്ചമുളക് സവോളയും കൂടെ വഴറ്റാനിട്ടെ. ബാക്കി വീഡിയോ ഞാൻ ഇത് കുക്ക് ചെയ്യുന്നതിൻ്റെ കാണിക്കാം. അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം നമ്മുടെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അച്ചുകൂടെ മിക്സി ഓണാക്കി, അതുകൊണ്ട് പിന്നെ നിർത്തിയതേ. സവോളയൊക്കെ വഴറ്റി അതിലേക്ക് ഇനി വെജിറ്റബിൾ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളൊക്കെ ഓർക്കായിരിക്കും എല്ലാത്തിനും ഈ വെജിറ്റബിൾ മസാലപ്പൊടി ഒന്ന് ചേർത്ത് വേണം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും അത് കൂടുതലും ചേർക്കുന്നത്. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി എന്നിട്ട് നല്ലപോലെ ഒന്ന് ഈ എണ്ണയിലിട്ടൊന്ന് ആ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് വഴറ്റും. ഒരു പച്ചപ്പ് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഉടച്ചാൽ മതി കേട്ടോ. ഒത്തിരി കണ്ടമാനം അങ്ങോട്ട് ഉടച്ച് കളയണ്ട. ചെറുതായിട്ട് ഞാൻ എൻ്റെ ഈ തവി കൊണ്ട് ഇങ്ങനെ കുത്തി എടുത്തോളൂ. വേവിച്ച് വെച്ചേക്കുന്നതാണേ. അപ്പം അതിങ്ങോട്ട് ചേർത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് ഉപ്പ് വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി. കിഴങ്ങ് ഒന്ന് തിളച്ച് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ രണ്ടാം പാലാണ്, തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്താണ് രണ്ടാം പാലാണ് ഈ ഒഴിക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ചും നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. ഇവിടെ എൻ്റെ അച്ചു വഴക്കാളി പെണ്ണിന് ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ ഇതൊക്കെ. അവൾ കുറേ ദിവസം കൊണ്ട് അവൾ ഈ രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് വലിയായിട്ട് കഴിച്ചേച്ച് പോകത്തില്ല. അപ്പം നേരത്തെ അവധി ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം കള്ളിപ്പെണ്ണിരുന്ന് കഴിച്ചോളും. എന്നോട് ചോദിച്ചു രാവിലെ എന്നാന്ന്. ഞാൻ പറഞ്ഞ് മഞ്ഞക്കിഴങ്ങേറിയാണെന്ന് പറഞ്ഞു. അവർക്ക് ഇഷ്ടമല്ല അത്.
ഇച്ചിരിയുടെ ഉപ്പ് വേണം, തിളച്ചെല്ലാം കഴിഞ്ഞിട്ട് ചേർക്കാം. അതവിടെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പൂരി ഉണ്ടാക്കിയെടുക്കാവേ. ഞാൻ നേരത്തെ പരത്തി വെച്ചതാണ്. നേരത്തെ തന്നെ ഇപ്പം കുറച്ച് മുമ്പേ ഇച്ചിരി പൊടിയൊക്കെ ഒന്ന് ഇതാകാൻ വേണ്ടിയാണ് ഇച്ചിരി നേരത്തെ പരത്തി വെക്കുന്നത്. ഇപ്പോൾ കുറച്ചാളായി പൂരി ഉണ്ടാക്കിയിട്ട്. നമ്മുടെ കിഴങ്ങ് കറി എല്ലാം സെറ്റായി കേട്ടോ. അതിലേക്ക് ഇനി 1-ാം പാലും കൂടെ ഒഴിക്കുവാണേ, തേങ്ങാപ്പാൽ. എന്നിട്ട് ഇത് തിളപ്പിക്കത്തില്ല കേട്ടോ, ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തേ ഉള്ളൂ. ഇച്ചിരി ഉപ്പൂടെ വേണം. ഉപ്പൊക്കെ കറക്റ്റായി. ഇനി നമുക്ക് നമ്മുടെ പൂരി വീണ്ടും ഉണ്ടാക്കി തരാം കേട്ടോ. ഞാൻ ഈ പൂരിക്ക് മാവ് കഴിക്കുന്നത് ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്നവരെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് അതിനകത്ത് ഒരു പരിപാടിയില്ല. എന്നിട്ട് ചെറിയ ഉരുളകളാക്കി പരത്തി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷമേ ഞാൻ പരത്തിയത് പൂരിക്കുള്ള മാവ് പരത്തിയതിലേക്ക് ഇടത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്നാന്നറിയോ, ഒരുമാതിരി മൂക്കാത്ത പോലെ ഇരിക്കും. പിന്നെ ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കത്തുമില്ല എണ്ണയിലിട്ട്. ഒരുപാടിട്ട് മൂപ്പിച്ചുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കല്ല് പോലെ ഇരിക്കും പൂരി, ഒരു മയം കാണത്തില്ല. നല്ല ചൂട് എണ്ണയിലോട്ട് അങ്ങോട്ടിടാൻ ഉണ്ടല്ലോ, നല്ലപോലെ പൊള്ളി വരും. പിന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ച് പൂരി ഉണ്ടാക്കാൻ നിന്നാലും പൂരി നല്ല ഇതായിട്ട് കിട്ടത്തില്ല കേട്ടോ, ഒരുമാതിരി എണ്ണയില്ലാതെ വറുത്തെടുത്ത മാതിരി ഇരിക്കും. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പം ഈ എണ്ണ മിച്ചം വരുന്നത് മെഴുക്ക് വരട്ടിക്കും പിന്നെ വേറെ എണ്ണയിലൊക്കെ 4 മണി പലഹാരം ഉണ്ടാക്കാനും ഒക്കെ ഈ എണ്ണ എടുക്കും കേട്ടോ, അല്ലാതെ കളയത്തൊന്നുമില്ല. എന്നാടാ മിണ്ടായിരിക്കണേ, എന്നെ വയ്യാഴിക്കാൻ എനിക്കറിയാൻ പറ്റില്ല. അവധി ആകാറായപ്പോൾ പിള്ളേർക്കെല്ലാം അവധി ക്ഷീണമായി. ഒരുത്തിയാണെങ്കിൽ പെടല് വെട്ടി 100 രോഗങ്ങളാണ്. ഇവിടെ രോഗങ്ങളില്ലാത്ത എപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, വീട്ടമ്മമാർക്ക് മാത്രമേ ഉള്ളൂ. എത്ര വയ്യാലും ആരും അറിയത്തുമില്ല. അയ്യടമ്മ, എനിക്ക് രോഗമാകുന്ന ഒരിടത്ത് ഞാൻ കയറി കിടക്കുന്നില്ല. ഉണ്ടോടാ, ഇവിടുത്തെ എന്നെയും ജോലിക്ക് കുറവ് വരുന്നുണ്ട്. രാത്രി ആകുമ്പോൾ കാലുവേദനയൊക്കെ എടുക്കും, അത് സ്വാഭാവികം. പക്ഷെ എന്നും പറഞ്ഞു ഇവിടെ ആദ്യമൊക്കെങ്കിലും ആഹാരം കഴിക്കാൻ കിട്ടാതെയോ അതിനൊക്കെ കൂടെ അമ്മ രാത്രി ഇത് കേട്ടോ തോന്നി ഇവനെ എനിക്ക് രാത്രി കാവലിരിക്കുന്നത് പോടാൻ തോണയാ പട്ടിന്നോണോ പറയാതെ മനുഷ്യന് ഈ ചെറുക്കനൊക്കെ എന്നെ സാധനം വീഡിയോ വന്നിട്ട് ഇല്ലാത്തതൊക്കെ പറയുന്നത് കേട്ടോ. അയ്യോ വിളഞ്ഞ വിത്താട്ടോ, ഇതിനെയൊക്കെ കൊണ്ടുവരാൻ കൊള്ളുകയല്ല വീഡിയോയില്. പിന്നെ അതുകൊണ്ട് 2 പേരും എന്റെ കാലും കൈയും ഒക്കെ തിരിഞ്ഞ് തരുക. ഇന്നലെ വൈകിട്ട് ആരാടാ എനിക്ക് എന്നാടാ ചെയ്തു തന്നെ? ഞാൻ ആരും അല്ല, മാങ്ങ കഴിഞ്ഞ പിന്നെ വേറെ വല്ലവരുമായിരുന്നു. ഏത് കഴിഞ്ഞു? ഇന്നെന്തിനാടാ സത്യസന്ധമായിട്ട് പറക്കണ്ട, കള്ളം പറഞ്ഞു മിനിഞ്ഞാന്നൊന്നും അറിയില്ല. ഞാൻ എന്റെ റൂമിൽ കയറി കിടന്നുള്ളൂ. ഒന്നാമത് ഭയങ്കര ചൂടാ കേട്ടോ. ഇന്നെന്തിനാ കണ്ടെന്നോടെ പറയുന്നേ, കണ്ടെന്നോടെ പറയുന്നേ.
സത്യസന്ധമായിട്ട് പറയാം. ഈ ചെറുക്കൻ മഹാനാറിയാട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെ തരാം. വാ തുറന്നോണേ പറഞ്ഞ് ബാക്കിയുള്ള നാണം കെടുത്ത് എന്നാന്നറിയോ പറയുന്നേ. ഇവൻ വന്ന് അന്നേരം ഞങ്ങളുടെ റൂമിലോട്ട് കയറിയേ. അപ്പൊ ഞാൻ ഇവനെ ഇറക്കി വിട്ട്. ഞാൻ പറഞ്ഞ എന്റെ കണ്ണ നീ അവിടെ അങ്ങനെ ചുമ്മാ ഒന്നാമതങ്ങ് ചൂടാണ്. ആവി എടുത്ത് കിടക്കുന്നിടത്ത് കെട്ടിപ്പിടിച്ച് കിടക്കാൻ വരും. എനിക്കങ്ങ് ദേഷ്യം വരും അന്നേരത്തേക്ക്. അതിന് അവന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ എന്നെ വേറെ വല്ലയിടത്ത് നിൽക്കുവാണ്. ഇത് കഴിക്കാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ കുളിക്ക്. അതിനെ ഇവൻ എന്നെ ഇത്രയും പറഞ്ഞത്. ഞാൻ ചൂടിന്റെ തന്നെയല്ല കേട്ടോ. ഞാൻ വൈകുന്നേരങ്ങളിലാണ് വീഡിയോസ് ഒക്കെ കാണുന്നത് മിക്കവരുടെ. ഞാനത് സ്വസ്ഥമായിട്ടിരുന്ന് നമുക്ക് വീഡിയോ അതിനകത്ത് അവർ പറയുന്നത് കേട്ടാലല്ലേ നമുക്ക് അതിന് കമന്റ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറയാം എൻ്റെ കുഞ്ഞു പിള്ളേരെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും, ഞാനൊന്ന് കേട്ടോട്ടെ. ഈ ചെറുക്കൻ എന്നെ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്നത്. അച്ചു അത്രയില്ല, അവൾ അവിടെ പാട് നോക്കി പോകുള്ളൂ. ഇവനെ അങ്ങ് കൊഞ്ചല് കൂടുതലാണ്. അവൻ്റെ അപ്പൻ അങ്ങ് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കുക. അന്നേരം ഇവൻ എന്നെ എങ്ങനെയെന്നറിയാം, ഇവൻ ഒന്നര കഥ പറച്ചില്ല, സ്കൂളിലെ കഥ പറച്ചില്ല. ഞാൻ പറയണത് കേൾക്കാം, ഇച്ചിരി കഴിയട്ടെ. ഞാൻ എന്നാൽ ഇത് ഓണാക്കിയില്ല, ഇതൊന്ന് കണ്ടു കഴിയട്ടെ. കേൾക്കത്തില്ല. അന്നേരം ഞാൻ ദേഷ്യപ്പെടും. അങ്ങനെ അവൻ പറഞ്ഞത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചേട്ടനെടുത്ത് പറഞ്ഞു, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്താലേ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഞാൻ പിന്നെ മറ്റുള്ളവരെ കാണാതെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ശരിയാവുന്ന കാര്യമല്ല. ഇവരാരും എന്നെ സമ്മതിക്കത്തില്ല ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് വീഡിയോ കാണാനെന്ന് പറഞ്ഞു. എനിക്ക് ചേട്ടൻ വഴക്ക് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം നോക്കി ഇരുന്നാൽ പോരെ, അമ്മ മുറിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് എന്നത്തിന് അമ്മയെ ശല്യപ്പെടുത്താൻ പോകുന്നതെന്ന് ചോദിച്ചു. അന്നേരം തൊട്ട് ഇവർ എന്നോട് പറയുന്നത് ഞാൻ അമ്മയ്ക്കുള്ള പണി തന്നോളാന്ന് പറഞ്ഞിട്ട് ഉറങ്ങാറുണ്ട് കേട്ടോ. ഉറങ്ങാറില്ലെന്ന് ഞാൻ പറയുന്നില്ല. സന്ധ്യയാകുമ്പോൾ എനിക്ക് ചില സമയത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീക്കുന്നതിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ 4 മണിക്ക് ഒക്കെ എണീക്കുന്ന സമയത്തുണ്ടല്ലോ, പകൽ അങ്ങനെ ഉറക്കമൊന്നുമില്ല എനിക്ക്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ ചൂടും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു ക്ഷീണം പോലെ വരും. പിന്നെ കാലുവേദന, അത് സ്വാഭാവികം. അന്നേരം ഞാൻ പറയണം മസാജ് എടുത്തൊന്ന് മസാജ് ചെയ്താലും പറയും. ചെറുക്കൻ എന്നെ കൊല്ലാപ്പോലെ എഴുതുന്ന ഞാൻ മസാജ് ചെയ്യുമ്പോൾ ഞാൻ പറയാം എൻ്റെ പൊന്നോ വേണ്ട. അതേസമയം അച്ചു നല്ല സോഫ്റ്റായിട്ട് തിരിഞ്ഞു തരും കേട്ടോ. അവളുടെ കൈ ഒന്നത് പഞ്ഞി പോലെ ഇരിക്കും. ഇവൻ ചെയ്തു തരും കേട്ടോ, ചെയ്തു തരികയെന്നല്ല, അവൻ എൻ്റെ കാല് തിരുമ്മി തരികയും ആ മസാജർ കൊണ്ട് തിരുമ്മി തരികയൊക്കെ ചെയ്യും. പക്ഷെ പുള്ളിക്ക് 2-3 മിനിറ്റ് കഴിയുമ്പോൾ പുള്ളിക്ക് ഇങ്ങ് മടുക്കും. പക്ഷെ അച്ചു അങ്ങനെയല്ല, നമ്മൾ ഉറങ്ങുന്നിടം വരെ ഇത് തിരുമ്മി തരും കേട്ടോ. മതി എന്ന് പറഞ്ഞാലും അവൾ പറയും കുഴപ്പമില്ല അമ്മ കിടന്നോളാൻ പറയും. രണ്ടുപേരും പാവമാണ്, എന്നാലും ഉണ്ടല്ലോ ചില സമയത്ത് കുരുത്തക്കേട് കൂടും. അന്നേരമാണ് എനിക്ക് ദേഷ്യം വരുന്നത് രണ്ടുപേരുടെ അടുത്ത്. എനിക്ക് ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ സങ്കടം. ഞാൻ പറയും വേറെ എന്നാണേലും എനിക്ക് കുഴപ്പമില്ല, നീ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. നിസ്സാര കാര്യത്തിനാണ് രണ്ടും കൂടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. അന്നേരം രണ്ടിനിട്ട് ഞാൻ അടി കൊടുക്കുന്നത്. രണ്ടുപേർക്കിട്ടും കൊടുക്കും. കണ്ണനിട്ട് കൊടുക്കാമെങ്കിൽ കണ്ണൻ പറയും അമ്മയ്ക്ക് മോളോടാണ് ഇഷ്ടക്കൂടുതൽ, അതുകൊണ്ട് എന്നെ തല്ലി എന്ന് പറയും. അവക്കിട്ട് തല്ലി കൊടുക്കാമെങ്കിൽ അവൾ പറയും അമ്മയ്ക്ക് മോനോടാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് എന്നെ തല്ലുന്നത്. രണ്ടുപേർക്കിട്ടും കൊടുക്കും. അന്നേരം ഞാൻ പറയും എനിക്ക് രണ്ടുപേരുടെ ന്യായം കേൾക്കണ്ടെന്ന് പറയാം. അതിനും കുഴപ്പമില്ലല്ലോ. എപ്പോഴും ഒന്നും ഇല്ല കേട്ടോ, ചിലപ്പോഴൊക്കെ. ഇപ്പോൾ ഒത്തിരി മാറ്റമുണ്ട് രണ്ടുപേരുടെ സ്വഭാവമൊക്കെ. വഴക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഒത്തിരി കുറവുണ്ട്. വളരുന്നതനുസരിച്ച് മാറ്റം വരുമായിരിക്കും. എല്ലാവരും ഇതൊക്കെ തന്നെയാണ്. പിള്ളേർ കിടന്ന് വഴക്കും ബഹളവും ഒക്കെയാണ്. ചേട്ടൻ ചില സമയത്ത് പറയും, ഓട്ടം പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഓരോ പിള്ളേരൊക്കെ കിടന്ന് വണ്ടിക്കകത്ത് കിടന്ന് കാണിക്കുന്ന കാര്യം കാണുമ്പോൾ ചേട്ടൻ പറയും ഇടി അതൊക്കെ വെച്ച് നോക്കാമെങ്കിൽ നമ്മുടെ പിള്ളേരൊക്കെ എത്ര ഭേദമാകുമായിരിക്കും. ഭയങ്കര ഇവർക്ക് പിന്നെ അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പം എവിടെയെങ്കിലും പോയാലാണേലും ഒന്നും അങ്ങനെ നിർബന്ധങ്ങളില്ല, ഇന്നത് വേണമെന്ന് പറഞ്ഞുള്ളൊരു വഴക്കോ അത് കുഞ്ഞിലേ മുതലില്ല കേട്ടോ. രണ്ടുപേർക്കും ഇല്ല കുഞ്ഞിലേ മുതൽ. നമുക്കൊരു കടയിലൊക്കെ ധൈര്യമായിട്ട് ഇവരെയും കൊണ്ട് കയറാം. അതിന് വേണ്ടി കിടന്നൊരു നിർബന്ധം പിടിക്കലോ കരച്ചിലോ പിഴിച്ചിലോ അങ്ങനെ രണ്ടുപേരും ഇല്ല. അതെന്ന് വെച്ചാൽ കുഞ്ഞിലേ മുതൽ ഇവരുടെ ചെറിയ ചെറിയ നിർബന്ധങ്ങളൊന്നും ഞങ്ങൾ സാധിച്ചു കൊടുക്കത്തില്ലായിരുന്നു. നമ്മൾ ഈ പിള്ളേര് ചെറിയ കാര്യങ്ങൾക്ക് കിടന്ന് കരയുമ്പോൾ നമ്മളത് അയ്യോ കൊച്ചു കരയുന്നേ എന്നും പറഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾ വളരുന്നതനുസരിച്ച് വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി കിടന്ന് നിർബന്ധം പിടിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛനെ കടനെയാണെങ്കിലും ശിക്ഷിക്കേണ്ട സമയത്ത് കുഞ്ഞിലെ മുതലേ എന്നും പറഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മൾ തല്ലിക്കൊള്ളത്തൊന്നും ഇല്ലല്ലോ. അവർ തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് വേണ്ട അങ്ങനെ അല്ല എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞ് തന്നെയാണ് നിർത്തുമായിരുന്നു. ചേട്ടൻ അങ്ങനെ വലിയ വഴക്കൊന്നും പറയത്തില്ലായിരുന്നു. ഇപ്പോഴാട്ടോ ചേട്ടൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അന്നൊക്കെ ചേട്ടൻ പറയും കൊച്ചുങ്ങളല്ലേ, അന്നേരം ഞാൻ പറയും കൊച്ചുങ്ങൾ വളർന്ന് വലുതാകുന്ന അല്ലാതെ നിങ്ങളെന്നീ കൊച്ചായിട്ട് തന്നെ ഇരിക്കുമെന്ന് പറയും. അതുകൊണ്ട് രണ്ടുപേർക്കും അങ്ങനെ ഒരു പിടിവാശി ഒരു ഡ്രസ്സിനോ അല്ലെങ്കിൽ ഒരു ആഹാരക്കാര്യം, പിന്നെ ആഹാരകാര്യത്തിന് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം മേടിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇന്നതുപോലെ വേണം അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ ഒരു നിർബന്ധം പിടിക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വേണമെങ്കിൽ തന്നെ
അവർ ചോദിക്കും മേടിച്ച് തരാമോ. അതിപ്പോൾ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു, പിന്നെ അതിനെപ്പറ്റി ഒരു ചോദ്യമില്ല. ഇതുണ്ട്, എണ്ണ ഒരുപാട് ചൂടാകുമ്പോഴാണ് ഇത്രയും അങ്ങോട്ട് മൂത്ത് പോകുന്നത്. പക്ഷെ ഇത് കട്ടിയില്ല കേട്ടോ, ഒത്തിരി കട്ടി പോലെ ഇരിക്കത്തില്ല. ഇപ്പോഴത്തേക്കുള്ളത് റെഡിയായി. ഇനി കഴിക്കാനൊക്കെ എടുക്കട്ടെ. എന്നിട്ട് നമുക്കിനി ബാക്കി ഉച്ചക്കത്തേക്കുള്ള കറി എന്നാന്ന് ഒരു തീരുമാനമായിട്ടില്ല. മീനൊക്കെ കൊണ്ടുവന്നാലേ ഉള്ളൂ ഉച്ചക്കത്തേക്കുള്ള കറി എന്നാന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പം ഇതും കൂടെ ഉള്ളൂ, ഒരെണ്ണം കൂടെ ഉള്ളേ. ഈ തെകുന്നല്ല, ഈ ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ഈ ഒരെണ്ണം കൂടെ ഉള്ളൂ. അതും ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. ബാക്കിയൊക്കെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് ഇനി വീഡിയോയിലൂടെ കാണാമേ. ഇതുണ്ടോ, നല്ല പഞ്ഞി പോലത്തെ പൂരിയാണ്, അതിന് കിഴങ്ങ് കറി. ഞാനും കണ്ണനും കൂടെ പറമ്പിലോട്ടൊന്നും ഇറങ്ങുക, ചെറുതായിട്ട്, വലുതായിട്ടൊന്നും ഇല്ല, കുഞ്ഞായിട്ടൊന്ന് ഇറങ്ങാനായിട്ട്. കുറച്ച് പരിപാടി ഉണ്ടായിട്ട് ഇറങ്ങിയിട്ട്, വലിയ ജോലിയൊന്നും ചെയ്യുന്നില്ല, കുറച്ചൊന്ന് ചെയ്യാനായിട്ട്. അങ്ങനെ എന്നാൽ മതി. വാക്കത്തി എടുക്കടാ, അരിവാളും കൊണ്ട് വെട്ടിയാൽ പോകത്തില്ല. കണ്ടോ നിന്റെ അപ്പുറത്ത് കിടക്കുന്ന വാക്കത്തി കണ്ടോ. കണ്ണൻ ഇവിടെ നിൽക്കുന്ന ആ കമ്പ് വെട്ടി വെച്ച് ഞങ്ങൾക്ക് ഈ അവിടെ വെച്ച് വെട്ടിക്കോ. അത് വെട്ടി കളഞ്ഞിട്ട് ഞങ്ങൾക്ക് താഴെ ഇട്ടിട്ട് വേണം ഈ ഓസ് എടുത്ത് ഈ കമ്പിൻ്റെ മണ്ടയ്ക്കൂടെ ആക്കാനായിട്ട്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ തീ ഇടാനായിട്ട്. ഓ, കാറ്റായി തുടങ്ങിയല്ലോടാ. ഈ കാറ്റ് വരുമ്പോഴേ തീ ഇടാൻ പാട്. അങ്ങനെയല്ലടാ കുഞ്ഞേ, ഇവന് ഈ ചറവറ നിങ്ങൾ വെട്ടുവേ. പിന്നെ ചെരിച്ചിങ്ങനെ വെട്ടും, എന്നിട്ട് അടി ഇങ്ങനെ അങ്ങനെ വെട്ടുമ്പോഴത്തേക്കും നല്ലപോലെ ഇതായി പൊക്കോളും. ആ കമ്പ് ഇടുമ്പോൾ ഓസിൻ്റെ പുറത്തോട്ട് വീഴാതെ നോക്കിക്കണേ. പറമ്പ് തെളിക്കാന്നോർത്ത് ഇറങ്ങിയതാണ്. ലാസ്റ്റ് തീ ഇട്ടപ്പോഴത്തേക്ക് മൊത്തം ഉണങ്ങി കിടക്കുക, എല്ലാം കത്തി കരിഞ്ഞുകൊണ്ടിരിക്കുന്നു. താഴെ ബാബുസെണ്ണും കണ്ണനും നിൽപ്പുണ്ട്, ഞാനിവിടെ മേളിൽ നിൽപ്പുണ്ട്. എന്തെങ്കിലും തീ ആളും എല്ലാം ചെയ്താൽ വെള്ളം എടുത്ത് വെച്ചേക്ക് അണയ്ക്കാനായിട്ട്. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. പറമ്പിലെ പണിയെല്ലാം കഴിഞ്ഞ് കയറി വന്ന് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കറിവെപ്പൊക്കെ, അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ എപ്പോഴും വെക്കുന്ന മീൻകറി തന്നെയാണ്, നല്ല ചുമന്ന മീൻകറി. പിന്നെ സവോളപ്പൂവും മുട്ടയും കൂടി ഇട്ട് തോരൻ വെച്ചത്, മീൻ വറുത്തത്, പപ്പടം. ഇതൊക്കെയാണ് ഉച്ചക്കത്തെ കറികളൊക്കെ. നല്ല ജോലിയായിരുന്നു കേട്ടോ, ശരിക്കും നല്ലപോലെ മുഖമെല്ലാം ഒന്നുമില്ല, പൊട്ടും എല്ലാം മൊത്തമായി. ഇനി ഒന്നും കൂടെ ഒന്ന് കുളിച്ചേച്ച് വേണം എവിടെയെങ്കിലും ഒന്ന് കിടക്കണം, അത്രയേ ഉള്ളൂ. ഇനി ഉച്ച കഴിഞ്ഞ് പറമ്പിലെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കും കേട്ടോ. പറമ്പൊക്കെ ഞങ്ങൾ ചെത്തിയൊന്നും വൃത്തിയാക്കിയില്ല, ഒരു സൈഡിൽ നിന്ന് അങ്ങ് തീയിട്ട് പിന്നെ ബാക്കി ഭാഗമൊക്കെ വലിച്ചെല്ലാം കൂടെ കൂട്ടി. എന്നെ നടത്തില്ല, ഇച്ചിരി നേരം ജോലി ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണം, മടിയായിപ്പോയി. പിന്നെ ഞങ്ങൾ കയറി പോന്നു. ഇനി ഒന്ന് കുളിച്ചേച്ച് എവിടെയെങ്കിലും കിടക്കണം. വൈകുന്നേരം ഞാൻ പറമ്പിലെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാവേ. അപ്പോൾ കറിയല്ല, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വെക്കുന്നുണ്ട് ഒന്നും ഇതായിട്ട് എടുത്തില്ല. ഞാൻ വന്നപ്പോഴത്തേക്ക് അച്ചു സവളപ്പൂ ഒക്കെ അരിഞ്ഞെല്ലാം വെച്ചിരുന്നു, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വന്ന് തോരൻ വെച്ചാൽ മതിയായിരുന്നു. പിന്നെ മീൻകറിയെല്ലാം മീനൊക്കെ പീസാക്കിക്കൊണ്ട് വെച്ചേക്കുമായിരുന്നു, അത് പെട്ടെന്ന് തന്നെ കഴിയെടുത്ത് മീൻകറി വെച്ചു. അപ്പം നമുക്കിനി വൈകിട്ട് കാണാമേ. സൂര്യൻ അസ്തമിക്കാറായേ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ്. നല്ല ചുമപ്പ് കളറാട്ടോ, പക്ഷേ ഇതിനകത്ത് അത്രയും ക്ലിയറായിട്ട് കാണത്തില്ല. നോക്കട്ടെ, ആ ചുവപ്പ് ക്ലിയറായിട്ട് കിട്ടത്തില്ല. നല്ല ചുവപ്പ് കളറാണ്. നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ ഒരു ചെറിയ പരിപാടി എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന കോവലിൻ്റെ വള്ളി ഇങ്ങോട്ട് കയറ്റി വിടാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ കോവലിൻ്റെ വള്ളി കയറ്റിയിട്ടില്ല, നടന്നില്ല, ബാക്കി മുഴുവനും നടന്നു.
പറമ്പൊക്കെ ഇപ്പോൾ ഇച്ചിരി തെളിഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് തീയിട്ട് കഴിഞ്ഞാൽ ബാക്കിയും കൂടെ ഇനിയിപ്പോൾ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് അന്നേരം സെറ്റ് ആയിക്കോളും. ചാരം എല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് നല്ല വൃത്തിക്ക് തെളിഞ്ഞ് കിടക്കും. കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് ഇനി. ഏറ്റവും താഴത്തെ പറമ്പ് ഒന്നും തൊട്ട പോലും ഇല്ല. അവിടെയും കൂടി ഇനി ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കണം. ഈ അങ്ങോട്ട് നോക്കിയേ, ഭയങ്കര മഴക്കാറ് കേട്ടോ. പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കുന്നില്ല, നാളെ ഒഴിക്കാം. നല്ല മഴക്കാറ്, പള്ളിമണി അടിക്കുന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ സ്ഥലമായല്ലടാ. നോക്കി ഇപ്പോൾ ഒത്തിരി സ്ഥലമുള്ള പോലെ തോന്നുന്നേ. ആ വാഴയൊക്കെ പോയപ്പോൾ തന്നെ ഒരു വൃത്തിയായി കേട്ടോ അവിടെ. എന്നിട്ട് നോക്കുക, നല്ല ഒത്തിരി സ്ഥലമുള്ള പോലെ ഇപ്പോൾ തോന്നുന്നു തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്. കള്ളം പറഞ്ഞ സൗണ്ട് മഴ പെയ്യുന്നില്ല, എങ്ങാണ്ട് ടാങ്ക് നിറഞ്ഞ് വെള്ളം പോവുക. മഴ പെയ്യാൻ ആണോ? അത് അവിടുന്ന് പോയി കടിച്ചു പറിക്കുന്നു വെച്ചിട്ട് തന്നെ. ഇത് ഇത്രയൊക്കെ ഒരു മഴ പെയ്യെങ്കിൽ ചാരം മൊത്തം ഒലിച്ചു പോയി ബാക്കി സ്ഥലം കൂടെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. ഇനി ഇറങ്ങുമ്പോൾ താഴ്വശവും കൂടെ വൃത്തിയാക്കി വെച്ച് കയറി വന്നാൽ മതി. അവിടെ പക്ഷെ വെട്ടിക്കളയാനായിട്ട് കമ്പൊന്നും ഇല്ല അല്ലേ വജ്ര? ഞാനത് അങ്ങ് ഭയങ്കര ഇതായിട്ട് നിൽക്കുമായിരിക്കും, വലിയ ചൂടലായിട്ടൊന്നും ഇല്ല അവിടെ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. കണ്ട നമ്മുടെ സൂര്യൻ മറഞ്ഞു പോയി, മഴക്കാറിനകത്ത് കയറി മങ്ങിപ്പോയി, ഫുള്ള് ഇതായി. നല്ല മഴക്കാറുണ്ട് അവിടെ, അതുകൊണ്ടാണ്. നോക്കി ഒരു ശകലം പോലും കാണാനില്ലേ, അതുപോലെ അങ്ങ് പോയി. പെയ്യുവാണെങ്കിൽ നല്ലപോലെ പെയ്യണം, ഇല്ലെങ്കിൽ ആവി എടുത്തിട്ട് കിടക്കാൻ പറ്റത്തില്ല. കറണ്ട് പോകല്ലേ ദൈവമേ. നോക്കിയാൽ നല്ല കാറ്റേ, നല്ല സുഖം. ഇവിടെ വൈകുന്നേരം നിൽക്കാൻ നല്ല സുഖം കേട്ടോ, തണുപ്പുണ്ട് കാറ്റിന്. വൈകുന്നേരം നിൽക്കാൻ നല്ല സുഖമായി കാറ്റ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാമേ.